ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും മനോഹരമായ ഒരു നല്ല ദിവസം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ കർത്താവ് നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്നു. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്ക. നിന്റെ സഹോദരനായ ഏശാവിന് മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ യാക്കോബ് തൻ്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവിൻ. നാം പുറപ്പെട്ട് ബേഥേലിലേക്ക് പോക. എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോടുകൂടി ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. യാക്കോബിനോട് ദൈവം ഇടപെടുന്നു. വർഷങ്ങൾക്ക് ശേഷം യാക്കോബ് ദൈവസന്നിധിയിൽ സമർപ്പണമെടുക്കുന്നു, തീരുമാനമെടുക്കുന്നു. യാക്കോബിൻ്റെ ജീവിതത്തിൽ പല തവണ ദൈവം ഇടപെട്ടിട്ടുണ്ട്. പല സമയങ്ങളിലായിട്ട് ദൈവത്തിൻ്റെ വചനം ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു യാക്കോബ്. എന്നാൽ അന്നൊന്നും ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കുവാനോ ഒരു സമർപ്പണമെടുക്കുവാനോ ജീവിതത്തിൽ തിരുത്തുവാനോ ഒന്നും യാക്കോബിന് സാധിച്ചില്ല. എന്നാൽ ഏതാണ്ട് 20 വർഷങ്ങൾക്ക് ശേഷം ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടി എടുക്കുകയാണ് യാക്കോബ്. ജീവിതത്തിൽ വലിയൊരു പരിവർത്തനത്തിൻ്റെ ഒരു ആരംഭം അല്ലെങ്കിൽ നാന്ദി കുറിക്കുന്ന ഒരു സന്ദർഭമാണ് നാം ഇവിടെ വായിച്ചു കേൾക്കുന്നത്. ദൈവം യാക്കോബിനോട് ഇടപെട്ടു. ജീവിതത്തിലെ ശുദ്ധീകരണം ലഭിക്കുന്നതിന് വേണ്ടി, ജീവിതത്തിൽ ഒരു കഴുകൽ കിട്ടുന്നതിന് വേണ്ടി, ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കുവാൻ യാക്കോബിന് ഇത് സഹായിച്ചു. ഈ സന്ദർഭത്തിൽ നാം ഓരോരുത്തരും ചിന്തിക്കണം, ദൈവത്തിൻ്റെ വചനം അതിനു വേണ്ടിയാണ് നമുക്ക് ലഭിക്കുന്നത്. നാം അതിനു വേണ്ടിയുള്ള ഒരു തീരുമാനമെടുക്കണം. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ എനിക്കും ഈ ആത്മീയ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കണം, പുതിയ ഒരു തുടക്കം കുറിക്കണം. അതിന് ഈ വചനം എന്നോട് ഇടപെടണം. ദൈവമക്കളെ, യാക്കോബിൻ്റെ ജീവിതത്തിൽ ഒരു ആത്മീയമായ ഉണർവ് ലഭിച്ചു, ആത്മീയമായ ഒരു പുതിയ ചൈതന്യം ലഭിച്ചു. യാക്കോബ് ദൈവത്തിൻ്റെ വചനം കേട്ടു. വചനം കേട്ടു എന്ന് മാത്രമല്ല, ആ വചനത്തെ പൂർണ്ണമായിട്ടും അനുസരിക്കും. ഇതുവരെയും കേട്ടതുപോലെയല്ല,
കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൻ്റെ വചനം കേട്ടതുപോലെയല്ല. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ യാക്കോബ് അത് അനുസരിക്കുമെന്ന് തീരുമാനമെടുത്തു. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവൻ ബേഥേലിലേക്ക് മടങ്ങിപ്പോകുവാൻ തീരുമാനിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് താൻ എടുത്ത തീരുമാനം, ആ സമർപ്പണത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ, ആ സമർപ്പണം വീണ്ടും എടുക്കുവാൻ യാക്കോബ് തീരുമാനിച്ചു. ക്രിസ്തീയ ജീവിതത്തിൽ നാം എടുത്ത സമർപ്പണങ്ങളിലേക്ക് നാം മടങ്ങിപ്പോകുക, ആ സമർപ്പണം വീണ്ടും എടുക്കുക. കർത്താവേ, ഞാൻ സമർപ്പണത്തിൽ നിന്ന് പിന്മാറിപ്പോയി, ഞാൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തതാണ്. അനേകം സന്ദർഭങ്ങളിൽ വചനം കേട്ടപ്പോൾ ആ സമർപ്പണം എടുത്തതിൻ്റെ സൂചകമായിട്ട് ഞാൻ കൈപൊക്കി, ഞാൻ ദൈവസന്നിധിയിൽ സ്തുതിച്ചു, ആരാധിച്ചു. എന്നാൽ ആ സമർപ്പണത്തിൽ എനിക്ക് നിലനിൽക്കാൻ കഴിഞ്ഞില്ല. ഞാനിതാ പുതിയ സമർപ്പണം എടുക്കുകയാണ്. ആ തീരുമാനത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. യാക്കോബ് മടങ്ങിപ്പോയി. മൂന്നാമത്തെ കാര്യം, അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കി. ഇവിടെ ദൈവം യാക്കോബിനോട് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ വചനം കേട്ടു, ദൈവത്തിൻ്റെ വചനം അനുസരിച്ചു. രണ്ടാമത്തെ കാര്യം, ബേഥേലിലേക്ക് മടങ്ങി പോകാൻ ദൈവം കൽപ്പിച്ചു. മൂന്നാമത്, യാഗപീഠം ഉണ്ടാക്കുവാൻ ദൈവം കൽപ്പിച്ചു. ഈ 3 കാര്യങ്ങൾ യാക്കോബ് തീരുമാനിച്ചപ്പോൾ അത് അനുസരിക്കുവാനായി തീരുമാനമെടുത്തു. മാത്രമല്ല, 2 കാര്യവും കൂടി യാക്കോബ് സ്വമേധയാ തീരുമാനമെടുക്കുകയാണ്, ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുകയാണ്. ആ 3 കാര്യങ്ങളോടൊപ്പം തന്നെ വീണ്ടും 2 കാര്യങ്ങളും കൂടി ജീവിതത്തിൽ ചെയ്യുവാൻ യാക്കോബ് തീരുമാനിച്ചു. അതേതൊക്കെയാണ്? അന്യ ദൈവങ്ങളെ നീക്കിക്കളയുവാൻ തീരുമാനിച്ചു. അത് 4-ാമത്തെ കാര്യം. 5-ാമത്തെ കാര്യം, ശുദ്ധീകരണത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു. അത് അവൻ സ്വയമേ എടുത്ത തീരുമാനമാണ്. 3 കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞപ്പോൾ അതിനോടൊപ്പം തന്നെ 2 കാര്യങ്ങളും കൂടി ചെയ്യുവാൻ യാക്കോബ് തീരുമാനിച്ചു. ദൈവമക്കളെ, യഥാർത്ഥത്തിൽ ഈ ദൈവവചനം കേട്ടപ്പോൾ യാക്കോബിൻ്റെ അകക്കണ്ണ് തുറന്നു. ഞാൻ അങ്ങനെ വിശ്വസിക്കുകയാണ്. ഈ 3 കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം പറഞ്ഞപ്പോൾ യാക്കോബിൻ്റെ അകക്കണ്ണ് തുറന്നു. എവിടെയോ തിരുത്താനുണ്ടല്ലോ, എവിടെയൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ, എവിടെയൊക്കെയോ പ്രതിസന്ധികളുണ്ടല്ലോ, ജീവിതത്തിൽ ഇങ്ങനെ പോയാൽ പോരല്ലോ, എവിടെയൊക്കെയോ അന്യ ദൈവങ്ങൾ കയറി ഇരിപ്പുണ്ടല്ലോ. യാക്കോബിന് മനസ്സിലായി, എങ്കിലും എന്താണ് ഈ അന്യദൈവങ്ങൾ എന്ന് മനസ്സിലായില്ല. ആരാണ് ഈ അന്യദൈവങ്ങളുമായിട്ട് തങ്ങളുടെ കൂട്ടത്തിൽ ഉള്ളതെന്ന് യാക്കോബിന് മനസ്സിലായില്ല. പക്ഷേ ദൈവം അവന് ബോധ്യം കൊടുത്തു, അന്യദൈവങ്ങൾ ഉള്ളിൽ കയറി ഇരിപ്പുണ്ട്. അത് നീക്കിക്കളഞ്ഞ് അത് കരുവേലകത്തിൻ്റെ കീഴിൽ കുഴിച്ചിട്ടു എന്ന് നാം കാണുന്നു. 4-ാം വാക്യം, അങ്ങനെ അവ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ഒക്കെയും കാതുകളുടെ കുണുക്കുകളെയും യാക്കോബിൻ്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവിടെ ശേഖേമിനരികെയുള്ള കരുവേലകത്തിൻ്റെ കീഴിൽ കുഴിച്ചിട്ടു. എല്ലാം കുഴിച്ചു മൂടുകയാണ്, എല്ലാം ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്യുകയാണ്. ദൈവമക്കളെ, അന്യദൈവങ്ങൾ എന്താണ്? അന്യദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ സ്ഥാനത്ത് നാം എന്ത് പ്രതിഷ്ഠിക്കുന്നുവോ, ആ സ്ഥാനത്ത് നാം എന്തെല്ലാം കടന്നു വരുന്നുവോ, അതെല്ലാം അന്യദൈവങ്ങളാണ്. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനത്ത്, ദൈവത്തിന് കൊടുക്കേണ്ട മാനം മഹത്വവും നാം മറ്റുള്ളതിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അന്യദൈവങ്ങളാണ്. നാം ഓരോരുത്തരും ജീവിതത്തിലേക്ക് ഒന്ന് ചിന്തിക്കണം. എൻ്റെ ഹൃദയത്തിൽ വല്ല അന്യദൈവങ്ങളും ഉണ്ടോ? ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവീക കൽപ്പനയാണ്, മോശയിക ന്യായപ്രമാണത്തിലൂടെ ദൈവീക കൽപ്പന കൊടുക്കുന്നുണ്ട്, അന്യദൈവങ്ങളെ നീ ഉണ്ടാക്കരുത് എന്ന്, അന്യദൈവങ്ങളെ നീ സേവിക്കരുത് എന്ന്. ദൈവത്തിന് കൊടുക്കേണ്ട നിത്യനായ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്തെല്ലാം സ്നേഹങ്ങളും അടുപ്പങ്ങളും വരുന്നുണ്ടോ, അതെല്ലാം അന്യദൈവങ്ങളാണ്. ദൈവമക്കളെ, നാം ശാന്തമായിട്ട് ചിന്തിക്കുക. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനത്താണോ അതോ 2-ാം സ്ഥാനത്താണോ? ക്രിസ്തു 2-ാം സ്ഥാനത്ത് ഇരിക്കില്ല ഒരിക്കലും. ജീവിതത്തിൽ
നമ്മുടെ ജീവിതത്തിൽ നിത്യനായ ദൈവം ഒരിക്കലും രണ്ടാം സ്ഥാനത്തിരിക്കില്ല. അങ്ങനെയെങ്കിൽ ക്രിസ്തു ജീവിതത്തിലില്ല. നാം ദൈവസന്നിധിയിൽ തീരുമാനം എടുക്കണം. കർത്താവേ, നീ എൻ്റെ ഒന്നാം സ്ഥാനത്തായിരിക്കണം. എൻ്റെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ ഒരാളെ ഇരിക്കത്തുള്ളൂ, രണ്ടുപേര് ഇരിക്കത്തില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ ഞാൻ എൻ്റെ യേശുവിനെ സ്വീകരിക്കുകയാണ്. യേശുവിന് ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കുകയാണ്. എൻ്റെ യേശു അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. അവനെ ഞാൻ സ്നേഹിക്കും. അവനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മുൻഗണന കൊടുക്കും. ദൈവമക്കളെ, സുപ്രീം പ്രയോറിറ്റി എൻ്റെ ദൈവത്തിന് ഞാൻ കൊടുക്കും. ദൈവമക്കളെ, നാം അങ്ങനെ തീരുമാനമെടുത്തിട്ടുണ്ടോ? നാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കും. ദൈവമക്കളെ, ഇതാണ് നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിന് ഉത്തേജനവും ഉന്മേഷവും നൽകുന്നത് ക്രിസ്തു നമ്മെ നയിക്കുമ്പോൾ, ക്രിസ്തു നമ്മെ നിയന്ത്രിക്കുമ്പോൾ. എൻ്റെ കർത്താവേ, നിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ വരില്ല. എന്തുകൊണ്ട്? നീ എന്നെ ഭരിക്കുന്നവനാണ്. നീ എൻ്റെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കേണ്ടവനാണ്. എൻ്റെ കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല. ഞാൻ നിന്നെ വേദനിപ്പിക്കുന്ന ഒരു പാപം പോലും എൻ്റെ ജീവിതത്തിൽ വരികയില്ല. ദൈവമക്കളെ, ആ സമർപ്പണം നമുക്കുണ്ടോ എന്ന് നാം ശാന്തമായിട്ട് ചിന്തിക്കുക. എന്താണ് ടെസ്റ്റ്? എന്താണ് അതിനുള്ള വഴി? ക്രിസ്തു എന്നിലുണ്ടോ? ക്രിസ്തു എൻ്റെ ഒന്നാം സ്ഥാനത്താണോ? എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്ര സ്ഥാനത്ത് യേശു ഉണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൻ്റെ ഒന്നാം സ്ഥാനത്താണ്. എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും എൻ്റെ യേശുവാണ്, എൻ്റെ ദൈവമാണ് എന്ന് നമുക്ക് എങ്ങനെ ബോധ്യം കിട്ടും? ദൈവമക്കളെ, അതിനുള്ള ടെസ്റ്റ് എന്താണ്? അതിനുള്ള ഒന്നും വേറെ ആരോടും കൗൺസിലിങ്ങിനും പോകണ്ട, വേറെ ആരോടും ചോദിക്കണ്ട. നമ്മുടേതായ ടെസ്റ്റ് കേസുകളിൽ, നമ്മുടേതായ പരീക്ഷണ ഘട്ടങ്ങളിൽ, നമ്മുടേതായ പ്രതികൂലത്തിൻ്റെ നടുവിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ വന്ന് ആഞ്ഞടിച്ച് നമ്മുടെ ജീവിതത്തിലെ മുമ്പോട്ടുള്ള വഴി മുട്ടി നാം നിൽക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടു? ഈ വിഷയത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഇതിനെ എങ്ങനെയാണ് കടക്കേണ്ടത്? ഈ പ്രതികൂലത്തിൻ്റെ നടുവിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ നാം ദൈവസന്നിധിയെ മുട്ടുമടക്കാറുണ്ടോ? ദൈവമുഖത്തേക്ക് നോക്കാറുണ്ടോ? പ്രാർത്ഥനാമുറിയിൽ പോയി ദൈവസന്നിധിയിൽ മുട്ടുമടക്കാറുണ്ടോ? എൻ്റെ യേശുവേ, എനിക്ക് വേറെ ആരുമില്ല. നീ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടല്ലോ കർത്താവേ. ഈ വിഷയത്തിന്മേൽ നീ ഒരു പരിഹാരം തരണം കർത്താവേ. എൻ്റെ കർത്താവേ, ഈ കീറാമുട്ടി വിഷയം, എനിക്കിതിന് എന്താണ് ചെയ്യേണ്ടത്? ഇതിന് പരിഹാരമാർഗം എൻ്റെ മുമ്പിൽ ഒന്നുമില്ല. വലിയൊരു രോഗബാധ വന്നിരിക്കുന്നു, മാരകമായ രോഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കർത്താവേ. ഇതിന് പരിഹാരം ലഭിക്കുവാൻ, ഇതിന് ട്രീറ്റ്മെൻറ്റ് കിട്ടുവാൻ, അല്ലെങ്കിൽ ഈ രോഗമൊന്ന് മാറിക്കിട്ടുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ വലിയൊരു കടബാധ്യത വന്നിരിക്കുന്നു, ഇത് എങ്ങനെയാണ് വീട്ടേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല കർത്താവേ. എൻ്റെ യേശുവേ, നീ എനിക്ക് ഒരു പരിഹാരമാർഗം തരണമേ. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു കർത്താവേ. ഞാൻ നിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു, ഞാൻ മറ്റുള്ളവരിലേക്ക് നോക്കുന്നില്ല. ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് ഈ കാര്യവുമായി പോകുന്നില്ല. ഞാൻ ദൈവമേ നിൻ്റെ സന്നിധിയിൽ നിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഈ വിഷയം ഞാൻ പറയുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ഹൃദയം പകരുവാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരാറുണ്ടോ? സങ്കീർത്തനം നാം എടുക്കുമ്പോൾ 62-ാം സങ്കീർത്തനം 8-ാം വാക്യം, ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവീൻ, ദൈവം നമുക്ക് സങ്കേതമാകുന്നു. നിങ്ങളുടെ ഹൃദയം അവൻ്റെ സന്നിധിയിൽ പകരുക, അവൻ്റെ സന്നിധിയിൽ പകരുക. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കുക. നല്ല കാലത്തും കഷ്ടകാലത്തും ബുദ്ധിമുട്ടുള്ള കാലത്തും പ്രശ്നങ്ങളുടെ നടുവിലും പ്രതികൂലത്തിൻ്റെ നടുവിലും ഒറ്റപ്പെട്ടു പോകുമ്പോഴും ആരും കൂടെയില്ല എന്നറിയുമ്പോഴും എല്ലാ കാലത്തും
ആശ്രയിക്കുവാൻ ഒരു ദൈവമുണ്ട്, ഒരു കർത്താവുണ്ട്, ഒരു രക്ഷിതാവുണ്ട്, ഒരു അപ്പനുണ്ട്. അതാണ് നിത്യനായ ദൈവം. അവൻ്റെ സന്നിധിയിൽ ഹൃദയം പകരുക. ദൈവമക്കളെ, ജീവിതത്തിൽ ക്രിസ്തു ഉള്ളവർ, ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിത്യനായ ദൈവമുണ്ടെങ്കിൽ ദൈവമക്കളെ, നാം ആരും നിരാശപ്പെടേണ്ടി വരില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുന്നത് 46-ാം സങ്കീർത്തനത്തിൽ, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോവിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ദൈവമക്കളെ, ആശ്രയിക്കാൻ ഒരേ ഒരു ക്രിസ്തു മാത്രം, ഒരു ദൈവം മാത്രം. ദൈവമക്കളെ, ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഉറയ്ക്കണം. ഒരു പ്രസംഗം കേൾക്കുന്നത് പോലെ നാം ഇരിക്കാതെ ഇന്നീ വചനം കേൾക്കുമ്പോൾ, കർത്താവേ, ഞാൻ ഒറ്റയ്ക്ക് നിൻ്റെ അടുക്കലേക്ക്, നിന്റെ പാദപീഠത്തിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് നടന്നു വരികയാണ്. ഞാൻ നിന്റെ പാദപീഠത്തിൽ വന്നിരിക്കുകയാണ് കർത്താവേ. ഞാൻ നിന്റെ മുഖത്തേക്ക് നോക്കിയാണ്. ഞാൻ എൻ്റെ ഹൃദയം മുഴുവൻ പകരുകയാണ്. എൻ്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ നിന്റെ സന്നിധിയിൽ തുറന്നു പറയുകയാണ് കർത്താവേ. നീ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരണമേ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായിട്ട് നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുക. കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലാം. അവിടെ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. അവിടെ അപ്പോയിൻമെൻറ്റ് വേണ്ട. അവിടെ എത്ര സമയം ഇരിക്കാമെന്നുള്ള നിബന്ധനകളൊന്നുമില്ല. ദൈവമക്കളെ, ഏത് സമയത്തും 24 മണിക്കൂറും തുറന്നിരിക്കുന്ന ഒരു കൃപാസനം നമുക്കുണ്ട്. ഹല്ലേലൂയ. അത് ഈ ഭൂമിയിലുള്ള ഒരു സ്ഥലമല്ല. ഇതാ യേശുക്രിസ്തുവിൻ്റെ പാദപീഠം. ആ ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക് നാം മുഴുവനായിട്ടും നാം ആയിരിക്കുന്ന അവസ്ഥയിൽ കടന്നു ചെല്ലുക. കർത്താവേ, ഇതാണ് എൻ്റെ അവസ്ഥ. എൻ്റെ കർത്താവേ, ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. നീ എന്നെ ഒന്ന് നോക്കണമേ കർത്താവേ. നീ എന്നെ കൃപാ കടാക്ഷത്തോടുകൂടി ഒന്ന് നോക്കണമേ. കരുണയുള്ള കണ്ണുള്ളവനായ കർത്താവേ, ഹല്ലേലൂയ. നീ എന്നെ ഒന്ന് കരുണയോടെ നോക്കണമേ. എന്നോടൊന്ന് മനസ്സലിയണമേ. ദൈവമക്കളെ, ഇതാ ക്രിസ്തു കേന്ദ്രസ്ഥാനത്ത്. നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്ന് ക്രിസ്തുവിനെ ക്ഷണിക്കുക. എൻ്റെ കർത്താവേ, ഇന്നീ വചനം കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയം നിൻ്റെ സന്നിധിയിൽ തുറക്കുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയം നിൻ്റെ സന്നിധിയിൽ തുറന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. നീ അവിടെ രാജാവായി വാഴണമേ കർത്താവേ. എൻ്റെ ഹൃദയ സിംഹാസനം പിശാചിരിക്കുകയായിരുന്നു കർത്താവേ. ഇതുവരെയും അന്യ ദൈവങ്ങൾ അവിടെ കയറിയിരിപ്പുണ്ടായിരുന്നു കർത്താവേ. എൻ്റെ പണം, എൻ്റെ സമ്പത്ത്, എൻ്റെതായ കർത്താവേ, ഹല്ലേലൂയ, ഈ ഭൂമിയിലുള്ള പല വിഷയങ്ങളും അവിടെ ദൈവമായിട്ട്, അന്യ ദൈവങ്ങളായിട്ട് ഇരിക്കുകയായിരുന്നു കർത്താവേ. അതിനെല്ലാം ഞാൻ നീക്കം ചെയ്യുകയാണ്. അതിനോടെല്ലാം ഞാൻ യാത്ര പറയുകയാണ്. കർത്താവേ, ആ ഹൃദയത്തിലേക്ക് നീ ഒന്ന് എഴുന്നള്ളി വരണമേ. നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന് അവിടെ രാജാവായി വാഴണമേ, ദൈവമായി വാഴണമേ. എൻ്റെ കർത്താവേ, അന്യ ദൈവങ്ങളെ നീക്കം ചെയ്യുന്നു. ദൈവമക്കളെ, ജീവിതത്തിൽ അന്യ ദൈവങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേറൊരു വഴിയുമുണ്ട്. ഹല്ലേലൂയ. ഈ അന്യ ദൈവങ്ങളുടെ മറ്റൊരു സ്വഭാവമാണ് വ്യാജഭാവം. ഫാൾസ്ഹുഡ് എന്ന് പറയും. ദൈവമക്കളെ, വ്യാജഭാവം എന്താണ്? വ്യാജഭാവം എന്ന് പറഞ്ഞാൽ ഒരു മുഖം മൂടി ഇങ്ങനെ ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ അകത്തൊന്ന് പുറത്തൊന്ന്. മുഖം മൂടി എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ധരിപ്പിക്കും, നല്ല രീതിയിലൊക്കെ ധരിപ്പിക്കും, പല കാര്യങ്ങളും പറഞ്ഞ് നല്ല രീതിയിലൊക്കെ ധരിപ്പിക്കും. പക്ഷേ റിയാലിറ്റി മറ്റൊന്നാണ്, ഉള്ളിൽ മറ്റൊന്നാണ്.
കാണുമ്പോൾ, മനുഷ്യർ കാണുമ്പോൾ ഒരു രീതിയിൽ, പക്ഷേ അകത്ത് യാഥാർത്ഥ്യം മറ്റൊന്ന്. ഇതാണ് മുഖംമൂടി എന്ന് പറയുന്നത്. ദൈവമക്കളെ, വ്യാജഭാവം, ജീവിതത്തിൽ വ്യാജഭാവമുണ്ടോ? യേശുക്രിസ്തു അവരെ വിളിച്ചത് കപടഭക്തിക്കാരെന്നാണ്. കപടഭക്തിക്കാർ. യേശുക്രിസ്തു കപടഭക്തിക്കാരെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ സുവിശേഷങ്ങളിലെല്ലാം നാം വായിക്കുന്നുണ്ട്. യേശുക്രിസ്തു ചുങ്കക്കാരോട് സംസാരിച്ചു, വളരെ സൗമ്യമായിട്ടും ശാന്തമായിട്ടും അവരോട് സംസാരിച്ചു. പട്ടണത്തിലേക്കും പാപിയായ സ്ത്രീയോടും യേശു സംസാരിച്ചു, വളരെ സ്നേഹത്തോടെ സംസാരിച്ചു. 3.5 വർഷത്തെ പരശുശ്രൂഷ വേളയിൽ യേശുവിൻ്റെ അടുക്കൽ അനേകർ കടന്നു വന്നിട്ടുണ്ട്. അവരോടെല്ലാം യേശു വളരെ സ്നേഹത്തോടെ സംസാരിച്ചു. എന്നാൽ വളരെ നിശിതമായിട്ടും കർശനമായിട്ടും ആരോടാണ് യേശു സംസാരിച്ചത്? കപടഭക്തിക്കാരോടാണ്. അവർ പാമ്പുകളാണ്, സർപ്പസന്തതികളാണ്, വെള്ളതേച്ച ശവക്കല്ലറുകളാണ്. അങ്ങനെ വളരെ കർശനമായിട്ട് അവരോട് ഇടപെട്ടു. പക്ഷേ അവരൊന്നും മാനസാന്തരപ്പെട്ടില്ല. കപടഭക്തിക്കാർ യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശുവിനെ നിശിതമായിട്ട് വിമർശിക്കുവാനും യേശുവിൽ കുറ്റം കാണുവാനും യേശുവിനോട് കുടുക്ക് ചോദ്യം ചോദിക്കുവാനുമാണ് ഇവർ യേശുവിൻ്റെ അടുക്കൽ വന്നത്. അവർ മാനസാന്തരപ്പെട്ടതായിട്ട്, ഏറെ പേര് മാനസാന്തരപ്പെട്ടതായിട്ട് നാം കാണുന്നില്ല. ദൈവമക്കളെ, പാപങ്ങളെ തുറന്ന് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ സമയത്ത് തന്നെ ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിക്കണം. സമയം തെറ്റിയിട്ട് ദൈവസന്നിധി ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ പാപമോചനം ലഭിക്കുകയില്ല. ദൈവമക്കളെ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ചൂണ്ടുപലകയാണ്. നാം ഓരോരുത്തരും ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. ഇന്ന് നാം ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നു. പാപത്തെ മൂടി വെച്ചിട്ടുണ്ടോ? ആരും കാണാതെ വണ്ണം പാപത്തെ മറച്ചു പിടിക്കുന്നുണ്ടോ? ദൈവമക്കളെ, പാപം മറച്ചു വെച്ചിട്ടാണോ നാം ആരാധിക്കാൻ കടന്നു വന്നിരിക്കുന്നത്? ദൈവവചനത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നത്? ഇന്നെല്ലാം തുറക്കേണ്ട ദിവസമാണ് ദൈവമക്കളെ. നാം എത്ര മറച്ചു പിടിച്ചാലും, എത്ര പാപം മറച്ചു വെച്ചാലും, ഇതെല്ലാം തുറന്ന് വായിക്കുന്ന ഒരു സമയമുണ്ട്. എല്ലാം തുറന്നു വായിക്കുന്ന സമയമുണ്ട്. ഇന്ന് മറച്ചു വയ്ക്കാം, ഇന്ന് ഭാര്യയെ മറച്ചു വയ്ക്കാം, ഭർത്താവിനെ മറച്ചു വയ്ക്കാം, മാതാപിതാക്കളെ മറച്ചു വയ്ക്കാം. എന്നാൽ ഇതെല്ലാം തുറന്നു വായിക്കുന്ന ഒരു സമയമുണ്ട് ദൈവമക്കളെ. അവൻ്റെ മുമ്പിൽ ഒന്നും മറവായിരിക്കുന്നില്ല. എല്ലാം അവൻ്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായിട്ട് കിടക്കുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, അതുകൊണ്ട് എല്ലാം തുറന്ന് കാണിക്കുന്ന ഒരു സമയമുണ്ട്. സമയം തെറ്റിയിട്ട് ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. പാപം നിന്നെ പിടിക്കുന്നതിന് മുമ്പ് നീ പാപത്തെ കണ്ടെത്തിക്കൊള്ളുക. പാപത്തെ ദൈവസന്നിധി ഏറ്റുപറഞ്ഞുകൊള്ളുക. പാപത്തെ മറച്ചു വെക്കല്ലേ. പാപം ദൈവസന്നിധി ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിക്കുക. തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ദൈവമക്കളെ, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. ഇന്നു മുതൽ കർത്താവേ, ഞാൻ എൻ്റെ പാപത്തെ ദൈവസന്നിധിയിൽ കണ്ടുപിടിച്ച് ഓരോന്നോരോന്നായി നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കർത്താവേ, ഇതെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയാണ്. എനിക്ക് പാപമോചനം തരണമേ കർത്താവേ. നിന്റെ മുമ്പിൽ നിന്ന് എനിക്കൊരിക്കലും മറഞ്ഞു നിൽക്കാൻ സാധ്യമല്ല. എൻ്റെ കർത്താവേ, നഗ്നവും മലർന്നതുമായ നിന്റെ സന്നിധിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളെയും ഞാൻ ഏറ്റുപറയുന്നു. നാം പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. സഹോദര സഹോദരി, യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു നിന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ വചനം നിന്നെ കേൾപ്പിക്കുന്നത്. ഈ വചനം നിന്നോടാണ്. ഈ വചനത്തിന്റെ മുമ്പിൽ നമുക്ക് എളിമപ്പെടാം. കർത്താവേ, എൻ്റെ പാപങ്ങളുമായി, ഒരു പാപത്തിന്റെ ഭാണ്ഡക്കെട്ടുമായി നിന്റെ കുരിശിന്റെ ചുവട്ടിലേക്ക് ഞാൻ കടന്നു വരുന്നു. കർത്താവേ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പാപങ്ങൾ ഓരോന്നോരോന്നായി ഏറ്റുപറഞ്ഞ് കഴുകൽ പ്രാപിച്ച് ഒരു പുതുജീവിതത്തിനു വേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ ഈ വചനം ഇന്ന് തന്നത്. കർത്താവേ, ഈ വചനത്തെ പൂർണ്ണമായിട്ടും അനുസരിച്ചുകൊണ്ട് ഇനിയുള്ള കാലം ഒരു വിശുദ്ധ ജീവിതത്തിനു വേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.